നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നമുക്ക് എന്തും വാങ്ങിക്കാം. എന്നാൽ ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് കിട്ടൂ. നമ്മുടെ കയ്യിൽ ആരോഗ്യമില്ല, നമുക്ക് ടി വി മേടിക്കാം, ഫ്രിഡ്ജ് മേടിക്കാം, എന്നാൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആ സമയത്ത് കിട്ടണമെന്നില്ല. കാരണം ഹെൽത്ത് ഇൻഷുറൻസിൽ നിലവിലുള്ള അസുഖങ്ങൾ നിർബന്ധമായി കാണിച്ചുകൊണ്ടേ നമ്മൾ പോളിസി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ നിർബന്ധമായി നമ്മൾ നിലവിലുള്ള അസുഖങ്ങൾ കാണിക്കുമ്പോൾ എന്താണ് കമ്പനി പറയുന്നത്? 2-3 കണ്ടീഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അത് പലർക്കും അറിയില്ല. ഒന്ന്, പോളിസിയിലെ കണ്ടീഷൻ നിലവിലുള്ള കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ കമ്പനി പറയുന്ന ചില കാര്യങ്ങൾ, ഒന്നുകിൽ ഈ പറയുന്ന അസുഖത്തിന് ഇദ്ദേഹത്തിന് പോളിസി കൊടുക്കാൻ പറ്റും. നമുക്കറിയാം പലതരം അസുഖങ്ങളുണ്ട്. ആ പറയുന്ന അസുഖങ്ങൾക്കുള്ള ആളുകൾക്ക് പോളിസി കമ്പനി ഓൾറെഡി തന്നെ അറിയിച്ച് തന്നെ കൊടുക്കുന്നില്ല. രണ്ടാമത്, ചില അസുഖങ്ങൾക്ക് ഈ പറയുന്ന അസുഖത്തിന് പെർമനന്റ് എക്സ്ക്ലൂഷൻ, അതായത് ലൈഫ് ലോങ് ഈ പോളിസിയിൽ ഈ പറയുന്ന അസുഖവുമായി ബന്ധപ്പെട്ട് എന്ത് ട്രീറ്റ്മെന്റ് വന്നാലും അദ്ദേഹത്തിന് കിട്ടില്ല എന്നൊരു കണ്ടീഷൻ വെക്കാം. മൂന്നാമതൊരു കാര്യം പറയുന്നത്, നിലവിലുള്ള അസുഖം കാണിച്ചാൽ ആ പറയുന്ന അസുഖങ്ങൾ ഇൻഷുറൻസ് പരിശോധിച്ചിട്ട് കമ്പനി പറയുന്ന അടുത്തൊരു കാര്യമുണ്ട്, ഈ പറയുന്ന അസുഖത്തിനോട് ബന്ധപ്പെട്ട് വരുന്ന ട്രീറ്റ്മെന്റ് 3 വർഷം കഴിഞ്ഞാൽ ഈ പറയുന്ന ചികിത്സകൾ കിട്ടും. ഇങ്ങനെ 3 രീതിയിൽ കണ്ടീഷൻ നമ്മുടെ മുന്നിൽ വെക്കാം. നമുക്കത് ഏതാണോ ആക്സെപ്റ്റബിൾ എന്ന് വെച്ചാൽ ആ രീതിയിൽ പോളിസി നമുക്ക് എടുക്കാനുള്ള ഓപ്ഷനാണ് ഇൻഷുറൻസ് നമുക്ക് തരുന്നത്. അപ്പൊ ഇത്രയും ഒരു കാര്യങ്ങൾ ഈ വിഭാഗത്തിൽ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാത്തതുകൊണ്ടാണ് നമ്മൾ ആരോഗ്യമുണ്ടെങ്കിലും ഇൻഷുറൻസിനെ കുറിച്ച് ബോധവാനാവാതെ ഇപ്പോഴും നമ്മൾ പലരും ഇൻഷുറൻസ് എടുക്കാൻ വിമുഖത കാണിക്കുന്നത്. അപ്പോൾ ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുള്ളൂ.